വെൽക്കം ബാക്ക് ടു മെക്കൈൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സ്റ്റാർട്ടിങ് കാണുമ്പോൾ കാസിന്റെ വീഡിയോ എടുത്ത് തോന്നും. ഒരിക്കലും അല്ല, നമ്മുടെ ബേബിയുടെ 6 മന്ത് സെലിബ്രേഷൻ ആയിട്ട് ഒരു വീഡിയോ എടുക്കുന്നതാണ്. വേറൊന്നുമല്ല, നമ്മളെ ഫാമിലി ആയിട്ട് എല്ലാവരും ജസ്റ്റ് ഒരു ചെറിയ കേക്ക് കട്ടിയെന്ന് അവൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ട് അതിനായിട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ BMW പോകുന്നത്. ഇത് 5 സീരീസും നമ്മുടെ 3 സീരീസുമായിട്ടാണ് പോകുന്നത്. അപ്പം ഇതായിരിക്കുന്നു ബർത്ത്ഡേ ബോയ്. അവൻ ഓൾറെഡി എക്സൈറ്റഡ് ആണ്, കാരണം അവന് കാറിൽ കയറുന്നത് ഇപ്പോഴേ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും കാറിൽ കൊണ്ടുപോകണം എന്നുള്ള മൈൻഡിലാണ് അവൻ. ഈ വണ്ടിയിൽ ബേബി സോണിയുണ്ട്, പിന്നെ ബാക്കിൽ ഇത്തയും മോളും ഉണ്ട്. ആ വണ്ടിയിൽ അല്ലു ഉണ്ട്, ഉമ്മ വാപ്പ, പിന്നെ വിനായകാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അസ്ലു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുവാണ്. വണ്ടിയുടെ ഗിയർ നോബൊക്കെ കയറി പിടിക്കുന്നുണ്ട്. പിന്നെ അവനെ കൈയെടുത്ത് അവനെ എന്തെങ്കിലും പറഞ്ഞ് ഇനി കരഞ്ഞ് അവൻ്റെ മൂഡ് സ്പോയിൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ എന്ന് മാറ്റിയിരുത്തിയാലും ആള് വീണ്ടും അതിൽ തന്നെയാണ് പിടിച്ചേക്കുന്നത്. കണ്ടല്ലോ ഗൈസ്, ഇത് പതിവാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഗിയർ നോബ്, സ്റ്റിയറിംഗ് കണ്ടാൽ സ്റ്റിയറിംഗ് പിടിക്കണം. അവന് വണ്ടി ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗിൽ വന്ന് പിടിക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെ, ഈ ഒരു ഏജിലെ കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി ഇരുത്തിയിട്ടുണ്ട്. ഇപ്പം അടുത്ത് പിടിച്ചേക്കുന്നത് ബാഗിൻ്റെ ആ ഒരു വള്ളിയാണ്. അവൻ എന്തെങ്കിലും ഇങ്ങനെ വേണം, അല്ലെങ്കിൽ വായിൽ വയ്ക്കാൻ പോകുമ്പോൾ നമ്മൾ മാറ്റും. ഇതൊക്കെയാണ് എനിക്ക് എല്ലാ കുട്ടികളും, ഈ ഒരു ഏജിലെ കുട്ടികൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും കിട്ടുമ്പോൾ വായിൽ വെക്കണം എന്നൊക്കെയാണല്ലോ. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ, അവൻ്റെ ഒരു ഫോട്ടോഷൂട്ടായിട്ടാണ് അവൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അല്ലു ആ വണ്ടിയിലിരുന്ന് കൈ കാണിക്കുന്നുണ്ട്. അല്ലു ഈ വണ്ടിയിൽ കയറിയിരുന്നെങ്കിൽ അല്ലു എന്നെ ഈ ഫുള്ള് വ്ളോഗ് സംസാരിച്ചാനെ. അതൊരു നഷ്ടമായിപ്പോയി ഗൈസ്, അല്ലു ആ വണ്ടിയിലായി പോയി. അപ്പം നമ്മൾ പോകുന്നത് നമ്മളെ ട്രിവാൻഡ്രത്ത് അടിമലത്ര ബീച്ചിലാണ്. നമ്മൾ ഓൾമോസ്റ്റ് എപ്പോഴും അവിടെ പോകുന്നതാണ്. ന്യൂ ഇയർ, ക്രിസ്മസ് അങ്ങനെയൊക്കെ പോയി ഷൂട്ട് ചെയ്യുന്നതാണ്. 3 സീരീസ് കയറി വരുന്ന വ്യൂ ആണ് കാണുന്നത് നിങ്ങൾ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ആദ്യം വേളി പ്ലാൻ ചെയ്തതാണ്. അപ്പം 2 വണ്ടിയൊക്കെ ആയിട്ട് പോയിടുമ്പോൾ നമുക്ക് അടിമലത്തുറയാണ് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ. നമ്മുടെ പല ഷൂട്ടും അവിടെ നമ്മൾ പോയി ചെയ്തിട്ടുള്ളതാണ്. എല്ലാവരും പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അതാ സിഗ്നലിൽ വെച്ച് അല്ലു ഗ്ലാസ് ഒക്കെ തുറന്ന് കൈ കാണിക്കുന്നുണ്ട്. അല്ലു ഇതിലോട്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സൺറൂഫ് തുറക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഐറൂവിന് ചെറിയ ജലദോഷം കാരണം നമ്മൾ സൺറൂഫ് ഒന്നും ഓപ്പൺ ചെയ്യുന്നില്ല. അതോ വിനായക ഫോട്ടോസൊക്കെ എടുക്കുവാണ്. ആ ഗൈസ്, ഇതാണ് അസ്ലുയുടെ ഫേവറേറ്റ് പ്ലേസ്. ഈ സ്റ്റിയറിങ്ങിൻ്റെ ഫ്രണ്ടിൽ അവൻ ഇരിക്കണം. ഇവിടെ ഇരുന്ന് അവന് കാഴ്ചകളൊക്കെ കാണണം. കണ്ടോ, അതായിരുന്നു. ഇവിടെ ആകുമ്പോൾ അടങ്ങിയിരുന്നോളൂ, മിണ്ടാതെ ഇരുന്നോളൂ. അപ്പോൾ ഇത് ഇത്രയും പ്ലെയിൻ റോഡായതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ വെച്ച് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. ചിരിക്കുന്നുണ്ട് ആള്. ഗൈസ്, നമ്മളങ്ങനെ അടിമലത്തുറ ബീച്ച് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ വരുന്നത്. ഇത് ഇവിടുത്തെ ഒരു ഗ്രൗണ്ടാണ്. ഇപ്പർ സൈഡിൽ ഇതിൻ്റെ മെയിൻ എൻട്രി ആയിട്ടൊരു ഭാഗം ഉണ്ടായിരുന്നു. അവിടെ കൂടെയാണ് നമ്മൾ മുമ്പ് താറൊക്കെ ഇറക്കിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ അവർ ക്ലോസ് ചെയ്തു. പിന്നെ സൺഡേ കൂടെ ആയതുകൊണ്ട് അവിടെയൊക്കെ വണ്ടി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇപ്പർ സൈഡിലോട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ ആകുമ്പോൾ BM ഒക്കെ ഇട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ്, വീഡിയോസ് എടുക്കാം. BM ഈ ഒരു വ്യൂവിൽ കാണാൻ 2 BM കൂടെ നിൽക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളി ലുക്ക് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ഗ്രീനറി ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇവിടെ വന്നത്. ഈ ഗ്രീനറിയിൽ നമ്മൾ ഇതൊക്കെ വിരിച്ച് നമ്മളിതിലെല്ലാം സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. വലിയ സംഭവമായിട്ടൊന്നുമില്ല ഗൈസ്. നമ്മളെ വീട്ടിലുള്ളവരും മെയിനായിട്ട് അവൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുക, അതിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഒരു ചെറിയ കേക്ക് കട്ടിങ്, നമ്മുടെ വണ്ടിയിട്ടൊക്കെ ഒരു ഫോട്ടോഷൂട്ട്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് ഒരു വൈറ്റ് തുണി, അതിൻ്റെ പുറത്തൊരു മാറ്റ്, പിന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സ് വയ്ക്കുക, അവനെ കുറച്ചിരുത്തി ഫോട്ടോസൊക്കെ എടുക്കുക, ഇതാണ് മെയിൻ കാര്യം. പിന്നെ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്, അത്രേ ഉള്ളൂ. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവിടെ നല്ല തിരക്കുണ്ട്. കാരണം നമ്മൾ ഈ ഭാഗത്ത് എന്തോ ഭാഗ്യത്തിന് തിരക്കില്ല. അപ്പം സിസ്റ്ററിന് സൺഡേ പറ്റുള്ളൂ, അതാണ് ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതിൽ വലുതായിട്ട് പ്ലാൻ ചെയ്തൊന്നും അല്ല വന്നത്. അതുകൊണ്ട് ടൈം ഇപ്പം തന്നെ 6 മണി കഴിഞ്ഞു. അപ്പം അവൻ താണ്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇപ്പം ഈ 6 മണി കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ലൈറ്റിംഗ് ഒക്കെ പോയി. എന്നാലും നമ്മൾ എന്തായാലും വന്നില്ലേന്ന് വെച്ച് നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് ടൈമൊന്നും നമുക്ക് കിട്ടത്തില്ല. എന്തായാലും ഇവിടുത്തെ ആ ഒരു വ്യൂസും അവൻ്റെ ആ ഒരു ഔട്ട്ഫിറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മാച്ച് ആവുന്നുണ്ട് ഗൈസ്. ഒരു ഗ്രീനറി, പിന്നെ അവൻ്റെ ആ ഒരു ലുക്കും ഒക്കെ വരുമ്പോൾ നമുക്ക്, എനിക്ക് തോന്നുന്നു ഫോട്ടോസിലൊക്കെ നൈസായിട്ടുണ്ട്.
അങ്ങനെ വിനായകാണ് ഫോട്ടോസ് എടുക്കുന്നത്, ഞാൻ വീഡിയോസ് എടുക്കുന്നു. ഇതിനിടയിൽ എൻ്റെ ഫോൺ ഓഫായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ വേറെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ക്ലാരിറ്റിയിൽ കുറേ ഡിഫറൻസ് വരുന്നുണ്ട്. എന്തായാലും നമ്മൾ എങ്ങനെയെങ്കിലും എടുത്ത് കവർ പോവുക എന്നുള്ളതാണ്. കാരണം ടൈമിങ് ലൈറ്റിംഗ് ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അവൻ ഈ ഫ്ലവേഴ്സൊക്കെ നല്ല ഇഷ്ടപ്പെട്ട കാരണം അവൻ അങ്ങനെ കിടത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുവാണ്. ഇതാണ് BM2 നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചൊരു വ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ സംഭവമായിട്ടൊന്നുമില്ല ഗൈസ്, ജസ്റ്റ് നമുക്ക് തോന്നുന്ന പോലെ എടുക്കുക, ഒന്ന് കവർ ചെയ്യുക, വിടുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യണമെന്നുള്ള രീതിയിലൊന്നുമല്ല, കുറച്ച് ഫോട്ടോസ് എടുക്കുക, അത് തന്നെയാണ് മെയിൻ കാര്യം. അപ്പം നമ്മൾ വീട്ടിലുള്ളവരെല്ലാവരെയും കൂടെ കൂട്ടി വന്ന് ചെയ്യുക. അതാണ് കേക്ക് റെഡിയാക്കി വെച്ചേക്കുന്നത്. ഇനി അവനെ നമ്മളെല്ലാം കൂടെ എത്തി കേക്ക് കട്ടിയെന്ന്. ഇതോടുകൂടി തന്നെ വിനായക് അവൻ്റെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുവാണ്. അവൻ എന്തോ ഭാഗ്യത്തിന് ഈ ഫ്ലവറൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഇനി എല്ലാവരും കൂടെ ഇരുന്ന് അവിടെ സെൻറ്ററിലിരുന്ന് കേക്ക് കട്ട് ചെയ്യണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവൻ അതിനിടയിൽ പലവട്ടം തൊപ്പി ഊരിക്കളയുന്നുണ്ട്, അങ്ങോട്ട് നീങ്ങുന്നുണ്ട്, പൂ വലിച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ ലൈറ്റിംഗ് ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോസിലൊന്നും ക്ലിയർ കിട്ടുന്നില്ല. ഐഫോണിൽ ഈ ഒരു ടൈം പോർട്രേറ്റ് ഒക്കെ യൂസ് ചെയ്ത് എടുക്കുമ്പോൾ ഫുൾ ഗ്രെയിൻസ് ആണ്, കിട്ടുന്നില്ല. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു. നമ്മൾ അങ്ങനെ എല്ലാവരും കേക്ക് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇപ്പം തന്നെ തിരിക്കുന്നതായിരിക്കും. ഗായ്സ്, അപ്പോൾ നമ്മൾ അശ്ലിയുടെ 6 month ബർത്ത്ഡേ ഒക്കെ നമ്മൾ നന്നായിട്ട് ആഘോഷിച്ചു. ലൈറ്റിംഗ് ഒക്കെ കുറവായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് തീർന്നത്. ഇനി അടുത്ത വണ്ടിയിൽ നമ്മൾ അടിച്ചു പൊളിക്കും ഗായ്സ്. അപ്പോൾ നമുക്ക് അടുത്ത ഈ സ്പോട്ടൊക്കെ നിങ്ങൾ നോക്കിയെന്ന്, അവിടെ കൂടെ ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ട് ഗായ്സ്. ഗായ്സ്, നമ്മൾ വന്ന 2 BMWസിലാണ്. രണ്ടുപേരെയും കാണിച്ചു തരാം ഞാൻ. ഇതാണ് നമ്മുടെ BMW. നേരത്തേലുണ്ട്. നിങ്ങൾ പണ്ടത്തെ മെക്കാനിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ മിനിയുണ്ട്, അവരൊക്കെ ബാക്കിൽ കിടക്കുകയായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല. അടുത്ത 1 year ബർത്ത്ഡേക്ക് നിങ്ങൾ വീഡിയോ കണ്ടാൽ നമ്മൾ അടിച്ചു പൊളിക്കും. നമ്മൾ നേരത്തെ ഒക്കെ വരും. ലൈറ്റിങ് ഇപ്പോൾ കുറവായതുകൊണ്ട് ബോറായി പോയി. നമ്മൾ ഇപ്പോൾ അടിച്ചു പൊളിക്കായിരുന്നു ഗായ്സ്. ഗായ്സ് അയൽക്കുട്ടി നിൽക്കുന്ന നോക്കി. ബൈ ബൈ ഗായ്സ്, അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വീണ്ടും കാണാം. പീസ് ഔട്ട്. അപ്പോൾ ഗായ്സ് ഫുള്ള് ലൈറ്റിങ്ങും പോയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ തിരിക്കുവാണ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നമുക്ക് കഴിഞ്ഞു. ഫോട്ടോഷൂട്ട് കുറച്ചേ എടുത്തോളൂ, കാരണം ലൈറ്റിങ് പോയതുകൊണ്ട് നമ്മൾ അധികമൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ആ കുറച്ച് ഫോട്ടോസിലും ചിലതൊക്കെ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ആ ഒരു ഫ്ലവറും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും അവൻ്റെ കോസ്റ്റ്യൂമും, പിന്നെ നമ്മളെല്ലാം ഒരു പിക്നിക് വൈബാണ് ഉദ്ദേശിച്ചത്. അതൊക്കെ അതിലൊന്ന് സെറ്റായി വന്നതുപോലെ തോന്നുന്നു. എന്തായാലും ആ ഫോട്ടോസ് മാത്രം ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ജസ്റ്റ് എഡിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.